ദാമോദരൻ മാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം, അറിയണം ആരാണ് ദാമോദരൻ മാഷ് എന്ന്. അപ്പോൾ ഞാൻ പറയാൻ പോവാണ്. കണ്ണൂർ കുറ്റ്യാട്ടൂരിലെ ദാമോദരൻ മാഷ് കൈവയ്ക്കാത്ത മേഖലകളേ ഇല്ല. കരകൗശല നിർമ്മാണമുണ്ട്, തയ്യലുണ്ട്, ചിത്രരചനയുണ്ട്, ഗാനാലാപനമുണ്ട്. ഇതൊക്കെ പോരാഞ്ഞ് തേനീച്ച കൃഷിയുണ്ട്. അങ്ങനെ എന്തും നമ്മുടെ മാഷിന് വഴങ്ങും. ചെറുപ്പത്തിൽ സ്വായത്തമാക്കിയ ഈ കഴിവുകളെല്ലാം വിശ്രമകാലത്ത് സജീവമാക്കുകയാണ് ദാമോദരൻ മാഷ്. അപ്പോൾ ദാമോദരൻ മാഷാണ് ഇന്ന് നമ്മുടെ താരം. മലയാള ഭാഷതൻ മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൻ പൊളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൽ പൊളിയില കരമുണ്ടിൽ തെളിയുന്നു. കണ്ണൂർ കുറ്റ്യാട്ടൂരിലെ ദാമോദരൻ മാഷ് സകലകലാവല്ലഭനാണ്. മാഷ് കൈവച്ചതെല്ലാം ഓരോ അത്ഭുതങ്ങളായി മാറും. കുറ്റ്യാട്ടൂർ UP സ്കൂളിലെ ഹിന്ദി അധ്യാപകനായിരുന്നു. ക്ലാസ്സിൽ കുട്ടികളുടെ മാഷായിരിക്കുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ കലാകാരൻ്റെതാണ് വേഷം. വെറുതെ ഇരുന്ന സമയം ഓർത്തെടുക്കാനില്ല മാഷിന്. എപ്പോഴും എന്തെങ്കിലും ഒരു കലാസൃഷ്ടിക്ക് പിന്നാലെയാകും. അങ്ങനെ നിർമ്മിച്ചതാണ് ഈ കൈനറ്റിക് വീൽ. നെറ്റിപ്പട്ടം, വിവിധ മാധ്യമങ്ങളിലുള്ള ചിത്രങ്ങൾ, എംബ്രോയിഡറി, കൊടിക്കൂറകൾ തുടങ്ങി എന്തും മാഷുണ്ടാക്കും. ചെറുപ്പത്തിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. വെറുതെ ഇരിക്കുന്ന സ്വഭാവമില്ല. മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അതിൽ വയറിങ്, പ്ലംബിങ്, അതുപോലെ സ്റ്റിച്ചിങ്, പാട്ട് പാടും, ആക്ടിങ് ഉണ്ട്, നൃത്തം ചെയ്യും, കഥകളി സംഗീതം, അങ്ങനെ ഒരുപാടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ദാമോദര മാഷിന്റെ സവിശേഷത ഇനിയുമുണ്ട്. ഇനിയാണ് പ്രധാന വിശേഷം. വീട്ടിലുള്ളവർക്കെല്ലാം ധരിക്കാനുള്ള വസ്ത്രങ്ങൾ മാഷ് തന്നെ തയ്ച്ചു നൽകുന്നത് വർഷങ്ങളായുള്ള ശീലമാണ്. ഇത് ഷർട്ട് അച്ഛൻ അടിച്ചതാണ്, അച്ഛൻ തയ്ച്ചതാണ്. അപ്പോൾ അച്ഛൻ തയ്ക്കുന്ന മിക്കവാറും എല്ലാ ഷർട്ടുകൾക്കും ഇവിടെ ശ്രീ എന്ന് ഹിന്ദിയിൽ എഴുതും. എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാനും ഏച്ചിയും 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചത് മുഴുവൻ അച്ഛൻ അടിച്ച യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ്. അതിപ്പോൾ ട്രൗസർ ആയാലും പാൻ്റ് ആയാലും, ഏച്ചി ഇടുന്ന ചുരിദാർ ആയിക്കഴിഞ്ഞാലും എല്ലാതും, അമ്മയിപ്പോൾ ഇടുന്ന ചുരിദാറാണെങ്കിലും മാക്സി ആണെങ്കിലും എല്ലാതും അച്ഛൻ തയ്ക്കുന്നത് തന്നെയാണ്. അപ്പോൾ പണ്ട് മുതലേ, ഓർമ്മ വെച്ച കാലം മുതലേ തുണി വാങ്ങുന്നു, തയ്ക്കുന്നു, അങ്ങനെ തന്നെയാണ്. പാട്ടിന്റെയും അനൗൺസ്മെന്റിന്റെയും കാര്യത്തിലും മാഷ് താരമാണ്. ഭക്തജനങ്ങളെ, ദേവീനഗർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 23ാമത് തിരുവുത്സവം 2025 ഒക്ടോബർ 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെ വിശേഷാൽ പൂജകളോടും വിവിധ കലാ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളോടും കൂടി വിപുലമായി ആഘോഷിക്കുന്നതാണ്. പൊങ്കലുമായി വരും തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും അകത്തേക്ക് നോക്കിയാലും ദാമോദരൻ മാഷിന്റെ കയ്യെത്താത്ത ഒരിടവും കാണാനാവില്ല. വീടിന്റെ ഇലക്ട്രിക്, പ്ലംബിംഗ് ജോലികൾക്കൊപ്പം LED ബൾബ് നിർമ്മാണത്തിലും മാഷ് മാസ്റ്ററാണ്. തേനീച്ച കൃഷിയും സോപ്പ് നിർമ്മാണവും തുടങ്ങി ചെറു പണികൾ വേറെയും. ഇനി അടുത്തതെന്തെന്ന ചിന്തയാണ് ഓരോ കാര്യം പൂർത്തിയാക്കുമ്പോഴും ഈ മാഷിന്. പല വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് മാഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതുപോലെ തേനീച്ച വളർത്തലും തയ്യലും നെറ്റിപ്പട്ട നിർമ്മാണവും അടക്കം സകല ജോലികളും ചെയ്യുന്ന ഒരു മാഷിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു മാഷിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.